പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോണ്ട റൗസി എന്ന മുൻ WWE ചാമ്പ്യനെ സംബന്ധിച്ചാണ്. മുൻ UFC വുമൻസ് ചാമ്പ്യൻ കൂടിയായ UFC തന്നെ എക്കാലത്തെയും മികച്ച ഫൈറ്റർമാരിൽ ഒരാൾ കൂടിയായ റോണ്ട റൗസി റെസ്ലിംഗ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ AEWയുടെ റെവല്യൂഷൻ എന്ന് പറയുന്ന പേപ്പർ വ്യൂയിലൂടെ AEW റിംഗിൽ ഡെബ്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AEW വുമൻസ് ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് റെസ്ലറായ ടോണി സ്ട്രോം എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെതിരെ റോണ്ട റൗസി ഫേസ് ടു ഫേസ് വന്ന ഒരു സെഗ്മെൻറ്റ് റോണ്ട റൗസി AEWയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഫൈറ്റ്ഫുൾ സെലക്റ്റും PW ഇൻസൈഡർ എന്ന വെബ്സൈറ്റുകൾ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് റോണ്ട റൗസി ഇതുവരെ എത്തിയിട്ടില്ല. അതായത് റോണ്ട റൗസി റെസ്ലിംഗിലേക്ക് ഒരു റെസ്ലിംഗ് മത്സരത്തിന് വേണ്ടി തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ അല്ല AEWന് വേണ്ടി നടത്തിയത്. മറിച്ച് നെറ്റ്ഫ്ലിക്സിൽ ഈ മെയ് മാസത്തിൽ റോണ്ട റൗസിയുടെ ഒരു MMA ഫൈറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുക, കൂടാതെ റോണ്ട റൗസിയുടെ ഉറ്റ സുഹൃത്തായ മെറീന ഷെഫീറിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ്, കുറച്ച് ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് നടത്തുക എന്നുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് AEW റെവല്യൂഷനിൽ റോണ്ട റൗസി വന്നതിന് പിറകിലുള്ളത്. അല്ലാതെ AEW റിംഗിൽ മത്സരിക്കുക, റെസ്ലിംഗ് റിംഗിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ള ആഗ്രഹങ്ങളൊന്നും റോണ്ട റൗസിക്ക് ഇല്ല എന്നാണ് ഈ ഒരു വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പ്രൊഫഷണൽ റെസ്ലിംഗിനെ നല്ലതുപോലെ താഴ്ത്തിക്കെട്ടി സംസാരിച്ച റോണ്ട റൗസി ഇനി റിംഗിലേക്ക് കയറില്ല എന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. താരം ആ ഒരു വാക്ക് പാലിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും ഇനിയൊരു മത്സരത്തിന് റോണ്ട റൗസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ MMA ഫൈറ്റിന് ശേഷം മെയ് മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും AEW റിംഗിലേക്കുള്ള റോണ്ട റൗസിയുടെ തിരിച്ചറിവ്, അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ആംഗിൾ കാണിച്ച് തന്നെയാണ് റോണ്ട റൗസിയുടെ ഒരു അപ്പിയറൻസ് അവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ റോണ്ട റൗസി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. AEWയുമായിട്ടൊരു കോൺട്രാക്റ്റിലേക്ക് എന്തായാലും റോണ്ട റൗസി എത്തിയിട്ടില്ല. റോണ്ട റൗസിയുടെ AEW കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് കുറേയധികം കൂട്ടുകാർ ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി പങ്കുവെക്കുന്നത് 2026 ഹോൾ ഓഫ് ഫെയിമിലേക്ക് പുതിയൊരു ഇൻഡക്റ്റിയെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുറത്തേക്ക് വിട്ട വാർത്ത അനുസരിച്ചാണെങ്കിൽ WCW, WWE തുടങ്ങിയ കമ്പനികളിലെ ലെജൻഡായ സൈക്കോ സിദ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെയാണ് ഇപ്പോൾ ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റിയായിട്ട്, ലെഗസി ഇൻഡക്റ്റിയായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സൈക്കോ സിദിനെ കുറിച്ച് എനിക്കങ്ങനെ കൂടുതൽ അറിയില്ല. അറിയുന്ന കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് NXT ബ്രാൻഡിൻ്റെ അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ സ്റ്റാൻഡ് ആൻഡ് ഡെലിവറിലേക്ക് പുതിയ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ NXT വീക്കിലി എപ്പിസോഡിലൂടെ NXT ചാമ്പ്യനായ ജോ ഹെൻറി ഫേറ്റൽ ഫോർ വെയിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ടോണി ഡി ഏഞ്ചലോ, റിക്കി സയൻസ്, ഈതൻ പേജ് തുടങ്ങിയ റെസ്ലേഴ്സിന് എതിരെയാണ് ജോ ഹെൻറി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. കൂടാതെ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ മൈൽസ് ബോൺ എന്ന് പറയുന്ന റെസ്ലർ മെയിൻ റോസ്റ്റർ താരമായ ജോണി ഗർഗാനയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി NXT സ്റ്റാൻഡേർഡ് ഡെലിവറിലേക്ക് കൺഫേം ചെയ്യുകയുണ്ടായി. നാലാമത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറും ലെജൻഡ് റെസ്ലറുമായ റോബ് വാൻ ഡാം RVDയെ സംബന്ധിച്ചാണ്. RVD ഇക്കഴിഞ്ഞ ദിവസം വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ WWEയിലേക്കുള്ള ഒരു തിരിച്ചറിവ്, ഒരു റിട്ടേണിൻ്റെ സൂചനകളെ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുകയുണ്ടായി. 2025 ഏപ്രിൽ മാസത്തിൽ MLW എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയ RVDക്ക് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല മത്സരം അവസാനിപ്പിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന് പരിക്ക് പറ്റി. പിന്നീട് 2026 ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ, കഴിഞ്ഞ മാസമാണ് RVD ഒരു മത്സരത്തിന് ഇറങ്ങിയത്. അപ്പോൾ 50-ലധികം പ്രായമുള്ള RVD ആ മത്സരം ഓസ്ട്രേലിയയിൽ വെച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇഞ്ചുറിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ റോബ് വാൻ ഡാമിന് നേരിടേണ്ടി വന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂർ ചോദിച്ചത് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലേക്കൊക്കെ വളരെ പോസിറ്റീവായിട്ട് തിരികെ വന്ന RVDക്ക് മുന്നിൽ ഇനി WWE എന്ന് പറയുന്ന ഹോം ആയിട്ടുള്ള ആ ഒരു കമ്പനിയിലേക്കുള്ള തിരിച്ചറിവിൻ്റെ പോസിബിലിറ്റീസ് ഇനി ഉണ്ടോ എന്നാണ്. വളരെ പക്ക പോസിറ്റീവായിട്ടാണ് RVD അതിനുള്ള ഒരു മറുപടി കൊടുത്തത്. കമ്പനി തനിക്ക് മുന്നിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു അവസരം നൽകുകയാണെങ്കിൽ, അത്തരത്തിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ താൻ ഉറപ്പായിട്ടും റിട്ടേൺ ചെയ്യും എന്നുള്ളതാണ് RVD പങ്കുവെക്കുന്നത്. ഈ ഒരു റിട്ടേൺ തൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച്, കരിയറിലെ അവസാന മത്സരം എന്ന നിലയിലേക്കാണ് താൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും RVD പങ്കുവെക്കുകയുണ്ടായി. കൂടാതെ റെസ്ൽമേനിയ 42 ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഷോയിൽ റോബ് വാൻ ഡാം അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് മുന്നിലേക്ക് റിങ്ങിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു സാധ്യത അവർ
തുറന്നു വെച്ചാൽ താൻ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് RVD പങ്കുവെക്കുന്നത്. ഒരു റിട്ടയർമെൻറ്റ് മാച്ചാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതും റോബ് വാൻ ഡാം പങ്കുവെക്കുന്നുണ്ട്. RVD WWE റിങ്ങിലേക്ക് ഇനി ഇറങ്ങുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചായിരിക്കും അത് നടക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന റോമൻ റീൻസ്, CM പങ്ക് എന്ന വേൾഡ് ചാമ്പ്യൻ, ദ ഊസോസ് എന്ന വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരെ തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ച് കൊണ്ട് നടന്ന സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു രൂക്ഷ വിമർശനം മുൻ WWE ചാമ്പ്യനായ ബിഗി ഉന്നയിച്ചതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള WWE റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് റോ റീക്യാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഷോയിലാണ് ബിഗി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. രൂക്ഷ വിമർശനം റോമൻ റീൻസിന് നേർക്ക് തന്നെയാണ് ബിഗി ഉന്നയിച്ചിരിക്കുന്നത്. ബിഗി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: റോമൻ റീൻസ് ഒറ്റയ്ക്ക് അടിച്ചു നിൽക്കാനാണ് പങ്കിനെതിരെ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഊസോസുമായിട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാറ്റി നിർത്തണം എന്നാണ് ഇപ്പോൾ ബിഗി പറയുന്നത്. ഇതൊക്കെ ഒരു സ്റ്റോറി ലൈൻ്റെ ആംഗിളിൽ നിന്ന് നിങ്ങൾ എടുത്താൽ മതി, അല്ലാതെ ഇത് സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ ആരും അഭിപ്രായം പറയരുത്. ബിഗിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: റോമൻ റീൻസ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ സ്റ്റോറി ലൈനിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹം പങ്കുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്സ് ചെയ്യുന്നു. പങ്ക് തന്നെ റോമൻ റീൻസിനെ നിനക്ക് മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നും വേണ്ട, താൻ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു അഭിപ്രായം റോമൻ റീൻസ് പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന വാക്കിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത് വേറിട്ട രീതിയിലാണ് ഇപ്പോൾ റോയിൽ നടന്നിട്ടുള്ളത് എന്നാണ് ബിഗി പറയുന്നത്. ഊസോസിൻ്റെ ഒരു സഹായം മൂലമാണ് CM പങ്കിന് നേർക്കൊരു ആധിപത്യം നേടിയെടുക്കാൻ ഇപ്പോൾ റോമൻ റീൻസിന് സാധിച്ചിട്ടുള്ളത് എന്നാണ് ബിഗി പറയുന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ കഥാപാത്രം പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രവൃത്തിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് ബിഗി പറയുന്നത്. ബിഗി മാത്രമല്ല, ന്യൂ ഡേ ടീമിലെ മറ്റൊരു പാർട്ട്ണർ കൂടിയായ സാവിയർ വുഡ്സും ഇതേ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. സാവിയർ വുഡ്സ് പറയുന്നത് 3 പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അതായത് ബ്ലഡ് ലൈന് ഊസോസിനും റോമൻ റീൻസിനും ഇന്നലെ കൊടുത്ത ഒരു സപ്പോർട്ട് അതൊരിക്കലും യോജിച്ചതല്ല എന്നാണ് സാവിയർ വുഡ്സ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു മറുപടി ഊസോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിൻ്റെ നഷ്ടപ്പെട്ട ആ ഒരു കിരീടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം, അത് വേണമെങ്കിൽ ഒന്ന് മേടിച്ച് തരാം, നീ ഇത് വിട്ടേക്കൂ എന്നുള്ളതാണ്. 2021 ബ്ലഡ് ലൈനും ന്യൂ ഡേയും തമ്മിലുള്ള സ്റ്റോറി നടക്കുന്ന ഒരു സമയത്ത് കിങ് ഓഫ് ദ റിംഗ് വിജയിച്ച് വന്ന സാവിയർ വുഡ്സിൻ്റെ കിരീടം റോമൻ റീൻസ് ചവിട്ടി തകർക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അന്നത്തെ ആ ഒരു ദേഷ്യമാണ് സാവിയർ വുഡ്സ് ഇപ്പോഴും അഭിപ്രായങ്ങളിലൂടെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ളൊരു മറുപടി ഊസോസ് കൊടുത്തത്. അങ്ങനെ ന്യൂ ഡേയും കൂടി സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളിലൂടെ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ WWE സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗിയുടെ അഭിപ്രായം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗി പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. റോമൻ റീൻസ് ഒറ്റയ്ക്ക് അടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് ഊസോസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പങ്കിനെതിരെ ഒരു നമ്പേഴ്സ് അഡ്വാൻറ്റേജ് റോമൻ റീൻസിന് നേടിയെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ശരിയാണോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ അവസാന മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഇന്നലെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ബ്രോക്ക് ലെസ്നർ ഒരു അപൂർവമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ അങ്ങനെ ഇൻ്റർവ്യൂവിലൊന്നും വരുന്ന റെസ്ലറല്ല. പോഡ്കാസ്റ്റിൽ പോലും ബ്രോക്ക് ലെസ്നർ അപൂർവമായിട്ടാണ് പങ്കെടുക്കാറുള്ളത്. നമുക്ക് ഈ ഒരു വർഷമാണ് ബ്രോക്ക് ലെസ്നർ പോഡ്കാസ്റ്റിലും ഇൻ്റർവ്യൂവിലുമൊക്കെ പങ്കെടുക്കുന്നതായി കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ ബ്രോക്ക് പറഞ്ഞൊരു അഭിപ്രായമാണ് താനൊരു ഷോർട്ട് പീരീഡിലേക്കാണ് WWEയിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ളത് എന്ന്. അതായത് 2025 സമ്മർ സ്ലാമിലൂടെ 2 വർഷത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം ബ്രോക്ക് ലെസ്നർ തിരിച്ചു വന്നത് അത് കുറച്ച് ഒരു സമയത്തിന് വേണ്ടിയാണെന്നുള്ളത് ബ്രോക്ക് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ആ ഒരു കോൺട്രാക്റ്റിൽ തനിക്കുള്ളത് എന്നുള്ളതും ബ്രോക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും ഈ റസൽമീനിയ 42 ഒബാഫെമിക്കെതിരെ കളിക്കാൻ പോകുന്ന ബ്രോക്കിൻ്റെ മാച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന റസൽമീനിയ മാച്ച് ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നും ഇൻഡയറക്റ്റായി ബ്രോക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്കിൻ്റെ അവസാന റസൽമീനിയ മാച്ച് എന്നുള്ള നിലയിലേക്ക് ഒബാഫെമിക്കെതിരെ ഒരു പുട്ട് ഓവർ സ്റ്റൈല് തോൽക്കുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും മിക്കവാറും ബ്രോക്കിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുക. ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ ഈ ഒരു വർഷം നടക്കുന്ന സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലും നടക്കാൻ സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ളൊരു അഭിപ്രായം തന്നെയാണ് ബ്രോക്ക് ഇൻ്റർവ്യൂയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.